അയ്യോ ഇതില് തമ്പുരില്ലേ? ഓക്കെ, നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം എത്ര നാളായില്ലേ ഇതുപോലെ ചലഞ്ച് ഒക്കെ ചെയ്തിട്ട്? കുറെ നാളായി. അപ്പൊ ഇന്ന് നമ്മളെ ഞാൻ വിശിഷ്ട അതിഥി വിളിക്കട്ടെ, ഗസ്റ്റ്. അപ്പം ഗൈസ്, ഇന്ന് നമ്മുടെ ചലഞ്ചില് തമ്പുരു ഉണ്ട്. അപ്പം ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചാണ് സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞ തമ്പുരിന് വേണ്ടിയാണ് ഞാൻ ഈ കഞ്ഞിയും കറി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് മാസം ഒന്നായി. തമ്പുരു വരുന്നതിനൊക്കെ മുമ്പ് ഒരു മാസം മുമ്പ് ഞാൻ ഈ സാധനം വാങ്ങിച്ചതാ. ഒരു മാസം അല്ലടി, അത് 2 മാസമായി ഞാൻ വാങ്ങിച്ചിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് മിനിയേച്ചർ കുക്കിംഗ് ചലഞ്ച് ആണ് സുഹൃത്തുക്കളെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്? മിനിയേച്ചർ തമ്പുരോട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലെങ്കിലും നമ്മൾ രണ്ട് മുതുക്കരിരുന്ന് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുമ്പോൾ നാട്ടുകാർ എന്ത് പറയും? ഞാൻ കഞ്ഞിയും കറി വെച്ച് കളിച്ചിട്ടില്ല പണ്ട് കളിച്ചിട്ടില്ല. ചിരട്ടക്കകത്തൊക്കെ നമ്മളെ ചിരട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ണ് വെച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ചിരട്ടയപ്പം ഉണ്ടാക്കി അത് കേക്ക് പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇലയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് കളഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മള് പണ്ട് വീടിനടുത്ത സമയത്തൊക്കെ ചെയ്യുന്നിടത്ത് അവര് അതല്ല കഞ്ഞിയും കറിയും വെച്ച് തിന്നിട്ടുമുണ്ട്. ചോറും അടുപ്പത്ത് എല്ലാരും കൂടെ വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. കേക്ക് ഏത് ഇലയാന്ന് പോലും അറിയത്തില്ലേ. വെട്ടി ഇട്ടിട്ട് ഇച്ചിരി മുളക് കൂടെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒളിച്ചായിരിക്കും എടുത്തോണ്ട് വരുന്നത്. എന്നിട്ട് ലാസ്റ്റ് തിന്നു നോക്കൂടാ, തിന്നും. 3 കല്ലെടുത്ത് വെച്ച് നമ്മൾ ഒറിജിനലി കുക്ക് ചെയ്യും. മിനിയേച്ചർ കുക്കിംഗ് ചലഞ്ച് ആണ്. അപ്പൊ അതിന്റെ മലയാളം വെർഷനാണ് കഞ്ഞിയും കറി. കഞ്ഞിയും കറി പപ്പ കുക്കിംഗ് ഉണ്ടോ? കുക്കിംഗ് ഉണ്ട്. ഈ കുക്കിംഗ് ഉണ്ട്. ആദ്യം നമുക്ക് അതിന് വേണ്ടിയുള്ള നമ്മള് പൊട്ടിച്ചു പോലും നോക്കിയില്ല. ഇത്ര വൃത്തിയായിട്ട് അൺബോക്സ് ചെയ്യുന്ന ആദ്യമായിട്ട് കാണുമല്ലോ. ഓരോ ഐറ്റമായിട്ട് കാണിക്കാം. ആദ്യം അപ്പച്ചട്ടി. അപ്പച്ചട്ടി ഗൈസ്, അപ്പച്ചട്ടി. ഇവിടെ കറക്റ്റ് വെയിറ്റ് ഉണ്ട്. ഇതിന് നോക്ക്, ഉണ്ട് കറക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ അവരുടെ ബ്രാൻഡ് ആണെന്ന്. ഇത് കറക്റ്റ് വെക്കാൻ പറ്റും, അതിനകത്ത് കുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഐറ്റം, നെക്സ്റ്റ് ഐറ്റം. എടാ ഇത് അടുപ്പ്. ഒറിജിനലി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുപ്പ്. അപ്പൊ ഇത് മണ്ണിലാണ് കളിക്കേണ്ടത്. മണ്ണിലാണ് കളിക്കേണ്ടത്. നമ്മളിപ്പോ ഇതിന്റെ ആവശ്യമില്ല, നമ്മളിപ്പോ അല്ലാതെ കുക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇഡലി ഉണ്ടോ കയ്യുന്നത്? ഇഡലി ഇത് കഴിവണം കേട്ടോ. ഇഡലി ഉണ്ട്. ഇഡലി നമുക്ക് കഴിയണം. കരിയുണ്ട് മൊത്തം കറക്റ്റ് കേട്ടോ. അതേ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളതാ. തീർന്നിട്ടില്ല. കേട്ടോ ദോശ കറക്റ്റ് ഷേപ്പ് കേട്ടോ. കറക്റ്റ് ഇരുമ്പല്ലേ? ഇത് നശീതില്ല കേട്ടോ. പക്ഷെ ഇത് പിള്ളേരൊക്കെ കളിക്കാൻ കൊടുക്കും, സൂക്ഷിക്കണം. ഇതൊക്കെ പണി കിട്ടും. തവ മീനൊക്കെ പൊരിക്കാം. തവ ഇതാണ് ദോശ. തവയാണ് ഇത്. തവ സാധനം തേങ്ങ തിരുമെന്ന് തേങ്ങ തിരുമെന്നാണോ ചോദിച്ചാ അവള് പറഞ്ഞത് ഏകദേശം കറക്റ്റാ. ഇതില്ല ഇരുമ്പ് പോലെ വെച്ച് മീൻ കട്ട് ചെയ്യുന്ന ഇതിനകത്ത് കേറി ഇരുന്നിങ്ങനെ കണ്ടിക്കുന്ന സാധനം. നീ കേറിയിരിക്കോ? ഇനി എന്തുകൊണ്ട് ഇനി ഇളക്കാനുള്ള വലിയ മറ്റേ തവി. കാണാനായിട്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മളൊരു പോർട്ടബിൾ സ്റ്റൗ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്താണെന്ന് മിനിയേച്ചർ കുക്കിംഗ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ വെച്ചാൽ മതി. നമ്മള് എല്ലാ ഐറ്റം എടുത്ത് വെച്ചിട്ടുണ്ട്. ദോശമാവ്, മാഗി, പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയുള്ള സാധനം, മുട്ട, എല്ലാം കുക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഓരോന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് പാത്രം നിന്ന് ക്യൂട്ടാണ്. ഞാൻ കളർഫുൾ സാധനം കണ്ടിട്ടുള്ളൂ. ഇങ്ങനത്തെ സാധനം ഞാൻ ആദ്യമായിട്ട്. കറുപ്പ് ഇല്ല, അങ്ങോട്ട് മാറുന്നില്ല. ഇത് വെച്ചിട്ട് വന്നാൽ മതി. പൊട്ടിത്തെറിക്കും. തമ്പുരു മാറുന്നില്ലേ? ഇതെങ്ങനെയാ വാസുണ്ണ വെച്ചല്ലേ കൊറേ തമ്പുരു. ഏറ്റവും സിം. ഇതേ സത്യം പറഞ്ഞാൽ മിറ്റത്ത് കൊണ്ട് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കേണ്ട സാധനമായിരുന്നു. ഇല്ല, നമുക്ക് റൂമിലിരുന്ന് ഇങ്ങനെ ഏസിക്കാതിരുന്ന് കുക്ക് ചെയ്ത് ഇങ്ങനെ ചായ ഒടിച്ചിരിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. ഗ്യാസിലായതുകൊണ്ട് തമ്പുരുവിനെ കളിപ്പിക്കാത്ത കേട്ടോ. അവക്കേ ചിരി വരും. ചൂടായോ നോക്കട്ടെ. അല്ല എനിക്ക് എന്താ ഇങ്ങനെ കളിക്കുമ്പോഴേ ഇത് എന്നാലും ഇത് പുകയൊക്കെ പോകുന്നു.
കത്തി 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 അത് ചൂടായി കേട്ടോ. ഇത് പെട്ടെന്ന് തോനെ വെള്ളം വേണ്ടി വരും കേട്ടോ. ഇത് പെട്ടെന്ന് ഷോ തിളച്ച് തീ കുറച്ചിടാം. വെള്ളം ഒഴിച്ചപ്പോഴേ തിളച്ചേട്ടാ. നീട്ടോ മൊത്തം ഇട്ടോ ഭയങ്കര രസം കേട്ടോ സീരിയസ്ലി. വെള്ളം എന്തായി പോകുന്നു. ഇച്ചിരി തീ കുറക്കട്ട് വെച്ചേ. തീ കൂട്ടി. മതി ഈ കളി കൊള്ളാം. ഈ കളി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പിള്ളേർക്ക് ഈ സാധനം വാങ്ങിച്ചു കൊടുക്കണേ. നല്ല രസമാണ് ഈ കളിക്കാൻ കേട്ടോ. അത്യാവശ്യം നമുക്ക് റിയൽ ആയിട്ട് ഉണ്ടാക്കാമല്ലോ. മറ്റേ നിങ്ങൾ മണ്ണൊക്കെ വെച്ചല്ലേ ഉണ്ടാക്കുന്നേ. മണം വരുന്നു. നല്ല മണമല്ലേ? ടേസ്റ്റ് മക്കളെ തരുന്നില്ല. ഇനി വേറെ അടുപ്പത്ത് ഗ്യാസ് എത്തി നല്ലപോലെ ഉണ്ടാക്കി തരാം ഞാൻ. മാഗി കണ്ട മാഗി റിയൽ ആയിട്ട് ഉണ്ടാക്കുവാണ്. കണ്ട തിന്നല്ലേ? പക്ഷേ മുതു കാളയൊക്കെ മാഗി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുട്ട ഉണ്ടാക്കാം. മാഗി ഇതേ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ലുക്ക് അറ്റ് ദാറ്റ്. സീരിയസ്ലി റെഡി ആയി ഗൈസ്. കറുത്ത മാഗി. അതിന്റെ അതിനൊരു കെമിക്കൽ പോലെ സാധനം. നമ്മൾ സോപ്പിട്ട് കഴുകിയതാ എന്നിട്ട് പോയില്ല. പക്ഷെ വേണ്ട, ഇരുമ്പ് ചട്ടിയുടെ അതാ ഇരുമ്പ് ചട്ടി കേട്ടോ. അതിലെ വെള്ളം ഒഴിച്ചുടനെ തിളച്ചത്. പിന്നെ എന്താ രസം. നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആവി പറക്കുന്നത് നല്ല അടിപൊളി മാഗി. ഓക്കെ, മാഗി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തെന്തോ മുട്ട. മുട്ട നമ്മൾ വെച്ചിട്ടുണ്ട്, സാധനം വെച്ചിട്ടുണ്ട്. പേടിയുണ്ട്. അതായത് തുറന്നു പോയത്, അതുകൊണ്ട് ആ പാനല് എണ്ണ ഒഴിക്കാൻ പറഞ്ഞില്ല. അവിടെ ഒരു സ്ലോപ്പ് ഉണ്ടെന്നുള്ളത്. എണ്ണ തോടി പോയി. ഇതിലായിട്ടേ കുഴപ്പമില്ല. മുട്ട ഇത്ര ഇടണ്ടായിരുന്നു. മുട്ട ഇച്ചിരി ഒരു മുട്ട നമ്മൾ ഫുള്ള് എങ്ങനെയാണ് കൊള്ളുന്നത്? ഉപ്പ് ഇട്, കൈ വെച്ച് ഞുള്ളി ഇട്. ഞുള്ളിയാ? ഇതൊക്കെ എന്തൊരു പ്രാവശ്യം. ഇനി ഇട്. കഷ്ടപ്പെടുവാ. കഷ്ടപ്പാടാ ഗൈസ്. ലാസ്റ്റ് ഇവിടെ തൊടിക്കാൻ കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം ഗൈസ്. അമ്മ ഓടി. നമുക്ക് തീ ഓഫ് ചെയ്യാം ഗൈസ്. കറക്റ്റ് മുട്ടപ്പറ്റിയിലായില്ലേ? കണ്ട സെറ്റായില്ലേ? ഇനി ആ മാഗിക്ക് ഒരു ഇട്ടാണ്. നമ്മുടെ മാഗിക്കകത്തുള്ള മുട്ടയും ദേ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇത്ര ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഇല്ല. ഒരു കുഞ്ഞു വാവയ്ക്ക് തിന്നാനുള്ളത് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഇതല്ലേ കളി ഇല്ലേ? ഇത് തന്നെ കളി. ഇപ്പം ചൂടില്ലല്ലോ. ഇപ്പം ചൂടില്ല പോകുന്നുണ്ടോ? പിന്നെ തൊട്ട് നോക്കൂ. ഇല്ല ഇല്ല. കിട്ടിയോ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്തിനാ മക്കളെ വിശ്വസിക്കാൻ നിൽക്കുന്നത്? അപ്പൊ നമ്മുടെ ആദ്യത്തെ മാഗി മുട്ടയും നമ്മളത് ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇതെല്ലാം കൂടി ലാസ്റ്റ് ഈറ്റിംഗ് ചലഞ്ച് ആയിട്ടോ. നീ തിന്നണേ. അപ്പൊ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്തോ ഫിഷ് ഫ്രൈ ആണോ അതോ ദോശയാണോ? ദോശ. ഓക്കെ, അടുത്ത ദോശ വരട്ടെ. ദോശക്കല്ലുണ്ട്. അപ്പൊ ദോശക്കല്ല് എന്തോ കളെ സ്റ്റാർ ഉണ്ട്, ഡിസൈൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഇതിനകത്ത് തന്നെ മെറ്റൽ സ്ക്രാച്ച് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇത് കഴിക്കരുത്. കണ്ടോ വെള്ളം ഉണ്ടോ അവിടെ കണ്ടോ? അവിടെ ഇവിടെ ഒരു വെള്ള കളർ ഉണ്ടോ? അത് സ്ക്രാച്ച് പോയിട്ടുള്ളത്. ഇത് നോൺ സ്റ്റിക്ക് ആണ്, ഇരുമ്പാണ്. പക്ഷെ ഒരു കോട്ടിങ് ഉണ്ട് ഇതിന്റെ മുകളിൽ. ഈ വിരൽ വെച്ചിട്ട് ഞാൻ തൂക്ക് പൊള്ളി കയറുമ്പോണ്ട ഞാൻ എന്തേലും പറയണെങ്കിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം എല്ലായിടത്തോട്ടും അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യണം. മാവ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് റൗണ്ട് ഷേപ്പ് പറഞ്ഞേ. മൃദുലക്ക് ചപ്പാത്തി വരത്താനും ദോശ റൗണ്ട് ചെയ്യാറ്. ആറ ദോശ ഏറ്റവും നല്ലത് നമുക്ക് നോക്കാം. നമ്മളിത് മൈദ ദോശയാട്ടോ എടുത്തേക്കുന്നത്. പെണ്ണ അറ്റം പോകുന്നു. തിരിച്ചിടുന്നത് ഒരു സ്കില്ല.
ബുദ്ധിയുണ്ട്. മുതലയുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുന്നു. ഇനി അടുത്ത എന്റെ ദോശ എടുക്ക്. താത്തക്കുഴി പേരിൽ വെച്ച് ഒഴിക്കാതെ മസാല എല്ലാതും മുട്ടയാ. മുട്ട ദോശ ഉണ്ടാക്കുന്നത് ഇതുപോലെ അവളും ചെയ്യും. ഇതുപോലെ ഇനി അവളും ചെയ്യും. അത് എണ്ണ ഒഴിക്കണ്ടേ? എണ്ണ നീ ഒഴിച്ചായിരുന്നല്ലേ തോനെയാന്ന് പറഞ്ഞോണ്ട് ഞാൻ പിന്നെ എന്റെ ദോശ മൂഞ്ചി. എന്റെ ദോശ ഇല്ല വരുന്നുണ്ട്. ഇലയപ്പം പോലെ സൈഡ് തിരിച്ചിട്ട്. പക്ഷെ അകം വേവൂല. അത് കുഴപ്പമില്ല. എന്റെ മടക്ക് ദോശയായിരുന്നു കേട്ടോ. മടക്ക് ദോശ, മസാല ദോശ കേട്ടോ. ഞാൻ വേണ്ടി വന്നു. മുതലയുടെ ദോശ. ഓക്കെ ഡൺ ഗൈസ്. അതാണ് നിറച്ച്. ഒരു തവി കൂടി. ചാമത്തെ ദോശ ഇട്ടാ മതി. ഞാനേ എണ്ണ ഒഴിക്കാതായോണ്ട് തിരിച്ചു. ഓ സൂപ്പർ. ഇതിലാറ് ദോശ അവളുടെ കൊടുക്കാൻ. പിള്ളേർക്ക് കേട്ടോ ഇത് ഹരം. പിള്ളേർക്ക് അടുത്തെന്തോ ഐറ്റം? അടുത്ത് നമുക്ക് ഇഡലി ഉണ്ടാക്കാം. ഇഡലി. ഓക്കെ ഇഡലി പാത്രം എടുക്കൂ. ചട്ടുവും തമ്പുരുടെ ഏത് പാത്രം ഇഡലി ഉണ്ടാക്കുന്നേ? ഇട് നല്ല വെയിറ്റ് ഉണ്ട് ഇഡലി. ഏട്ടാ ശ്രദ്ധിക്കേണ്ട അമ്പാനെ. മിനി കിച്ചൺ കളിച്ച് യൂട്യൂബേഴ്സ് ചീന്ന് കേൾക്കണം. ഇച്ചിരി വലുതാട്ടോ. കൂട്ടത്തില് വലുതാ. സൗണ്ട് ഉണ്ട്. ഒരു വൃത്തി നോക്ക്. ഞാൻ മതി തമ്മിലും പെണ്ണത് എന്തുവാ പെണ്ണി കാണിച്ചു ഓടിക്കോ. തമ്പു ചഞ്ചി ഫ്രൈ മസാല മുള്ളോടിയൊക്കെ ഉണ്ട്. അട്ടൻ ഫസ്റ്റ് കടി അട്ടൻ കടിക്കും. ഇന്ന് അമ്പുവും ചേച്ചി ഒരേ കളറാ. നോക്കോട്ടോ നമ്മളിവിടെ എന്തോ വെക്കുന്നേ. അന്തപ്പെട്ട് നോക്കുന്നു. ഇവിടെ എന്തോ നടക്കുന്നേ. ഇവിടെ എന്തോ നടക്കുന്നേ. ഓ ചേച്ചിക്കാരി ഉമ്മ തന്നെ. നെക്സ്റ്റ് വൺ ഫിഷ് ഫ്രൈ. നല്ലല്ലോ കറക്റ്റ്. ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം. മാരിനേറ്റ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്. കാരണം ഉപ്പൊക്കെ എത്ര ആണെങ്കിലും ആവാം. നമ്മൾ തിന്നുന്നില്ലല്ലോ. ഓക്കെ നമ്മള് നല്ലോണം മിക്സ് ചെയ്യണം. ഇവിടെ ഫിഷ് വേവിച്ച് വെച്ച ഫിഷ് ഫിഷ്. അതെ മീൻകറി ഇത് കഴുകിയെടുത്തോണ്ട് മീൻകറി കഴിവെടുത്തിട്ട് വന്നതാണ്. ഉടായ്പ്. അച്ഛൻ മീൻ പിടിക്കുക മക്കൾക്ക് വേണ്ടിട്ട്. സൂപ്പർലി. നമ്മളെ ഇങ്ങനെ ചലഞ്ച് ചെയ്യണം കേട്ടോ. എന്നുവെച്ചാ നമ്മള് എണ്ണ പൊട്ടുന്നു. പക്ഷെ നമ്മളാ ഇത്ര വലിയ പേർക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഉണ്ടാക്കണം ഒരു ദിവസം. ചോറ് ഇതിനകത്ത് ഓ മീനുണ്ട്, മസാല ദോശയുണ്ട്, ഇഡലിയുണ്ട്, ദോശയുണ്ട്. കൺവിൻസ് ചെയ്യാം. അതായത്
ആൾക്കാര് വാങ്ങിക്കണം. ആൾക്കാർ വാങ്ങിക്കണം ഇത് കണ്ടിട്ട്. ഓക്കെ, മീന് 100 രൂപ, മസാല ഈ മീൻ 100 രൂപ. 100 രൂപയ്ക്ക് ഇപ്പൊ ഒന്ന് വാങ്ങി. നല്ല കച്ചവടം നടക്കും, നല്ല കച്ചവടം. എന്നാ മീൻ 5 രൂപ. അങ്ങനാണെങ്കിൽ വിറ്റ് പോയി നിനക്ക് ജീവിക്കാം. ദോശക്ക് എത്ര രൂപ? ദോശക്ക് 10 രൂപ. പക്ഷേ ഈ ദോശ 100 രൂപ കേട്ടോ, കൊച്ചച്ഛന്റെ ദോശ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കും. അച്ഛനോട് നീ ഇനി എന്താ കളിക്കുന്നേ? ദോശക്ക് 10 രൂപ. ഇഡ്ഡലി ഇതിലില്ല മസാല ദോശക്ക് 20 അല്ല 40. കഴിഞ്ഞു. ഇനി നമ്മൾ വീഡിയോ ഓഫ് ചെയ്ത് കഴിയുമ്പോ അവര് സംസാരിച്ചോളൂ. ഞാൻ പറഞ്ഞു ഇതെല്ലാം നീ കൊണ്ടുപോക്കോളം പറഞ്ഞു. ബാംഗ്ലൂർ മോളെ കൊണ്ട് കളിക്കട്ടെ കേട്ടോ. കെട്ടിപ്പിടിച്ച് അച്ഛനോട് വീട്ടിലെ ചിരട്ടയൊക്കെ വെച്ചിട്ട് മണ്ണൊക്കെ കലക്കി അങ്ങനത്തെ കുട്ടിക്കാലം മണ്ണിലിങ്ങനെ ആക്കും. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഉള്ളൊക്കെ ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ട് ഒരുപാട് പേർക്ക്. അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ കളിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബിലോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഹോപ്പി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പിന്നെ ഇതിലുള്ള കാണുന്നവരെ ബൈ.